ഞാൻ പറയുന്നത് എന്തിനാ? നീ പറയാണെന്ന് വീഡിയോ എടുക്കുമല്ലേ? പറയുന്നത് എന്തിനാ? അപ്പൊ നീ തന്നെ സ്വന്തമായിട്ട് അല്ല കാര്യം ചെയ്യും. നാളെ തൊട്ട് നീ എങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് പോ, ഞാൻ നിന്റെ വീഡിയോ പിടിച്ചിടാം, എന്റെ സൗണ്ടും തരാം. എന്താ എന്താ സമ്മതിച്ച്? നീ സമ്മതിക്കും, നീ സമ്മതിക്കും, നീ സമ്മതിക്കും. അതല്ലേ ഞാൻ പറഞ്ഞത്. നീ എന്നെ ഇന്ന് ഓടിച്ചിട്ട് വീഡിയോ എടുക്കാതെ നീ ഇടണ്ട, നീ ഇടണ്ട. എന്നാ നീ ലൈവ് വീഡിയോ ചെയ്, ഇങ്ങനെ പറഞ്ഞാൽ മതി. അതാ അപ്പൊ കുഴപ്പമില്ല. നീ ഒന്ന് അപ്പൊ ലൈവ് വീഡിയോ ചെയ്യാൻ പോവാന്നോ? അതാണെന്ന് ഒരു മനുഷ്യന് ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് എടുത്തിയാടുമല്ല. അത് നീ സ്വന്തമായിട്ട് വീഡിയോ, ഞാൻ പറഞ്ഞത് നാളെ തൊട്ട് ഞാൻ നിന്റെ വീഡിയോ എടുക്കാം. നീ തന്നെ അങ്ങ് അഭിനയിച്ചു, നീ തന്നെ തന്നെ നോക്ക്. എന്തോ സഹായിക്കാനാടി മഞ്ജു? എന്ത് പാവം? അതല്ല പറഞ്ഞത്. എന്തിനാ വെറുതെ ഇങ്ങനെ നടന്ന് എന്നെ പുറകെ നടന്നുകൊണ്ട് വീഡിയോ എടുക്കുന്നത്? നീ സ്വന്തമായിട്ടങ്ങ് അല്ല ശബരി വിളിച്ചിട്ട് നിന്റെ വീഡിയോ ശബരി എടുക്കും. ഞാൻ ഒന്നും പറഞ്ഞില്ല കട്ടക്ക്. ഇയാൾ തന്നെ ചെടിയുടെ വീഡിയോ എടുത്തത്, ഇയാള് തന്നെ എല്ലാം പറഞ്ഞത്. അതല്ല പറഞ്ഞത്. നീ തന്നെ ചെടിച്ചട്ടി നിന്റെ ആഗ്രഹമല്ലേ, നീ എടുത്തല്ലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അല്ല ഞാൻ സഹായിച്ചല്ലോ. നീ എന്റെ വീഡിയോ എടുത്ത് ഞാൻ ഇതെല്ലാം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്നിട്ട് അപ്പൊ ഇനിയോ ഞാൻ അത് വേണ്ട, അത് വേണ്ട. നീ ഇപ്പൊ ഞാൻ എടുത്തപ്പോ നീ വീഡിയോ എടുത്തപ്പോഴും ഞാൻ ഒന്നും പറഞ്ഞില്ല, സപ്പോർട്ട് ചെയ്തല്ലാതെ. ഇയാള് പിന്നെ എപ്പോഴും എന്റെ പുറകെ നടന്ന് വീഡിയോ എടുക്കണം. അതാ പറഞ്ഞു, നീ സംസാരിക്കാൻ നിന്റെ വീഡിയോ എടുത്ത് സംസാരിക്കും. ഞാനെന്തോ നീ തന്നെയല്ലേ വീഡിയോ പിടിച്ചു, ഞാനൊന്നും ചെയ്തില്ലല്ലേ. മൊബൈൽ എവിടെങ്കിലും അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് അങ്ങോട്ട് പോയി. ഈ ഫില്ലറിലോട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടില്ല, അങ്ങോട്ട് മാറി നിങ്ങൾ സംസാരിച്ചാൽ മതി. അതുകൊണ്ട് അവിടെ എവിടെങ്കിലും ഈ അങ്ങ് സംസാരിക്കുക, ഡാൻസ് കളിക്കുക, പാട്ട് ഡാൻസ് കളിയില്ല മുറ്റത്ത് നിന്ന് പണ്ട് അതേപോലെ അങ്ങോട്ട് ഫിറ്റ് ചെയ്തില്ല. അവിടെ പോയി ഡാൻസ് കളിക്കുകയോ പാട്ട് പാടിയോ മിമിക്രി പറയുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. ആരും ശല്യമില്ലല്ലോ. അപ്പോൾ ആരും ശല്യപ്പെടുത്തരുത്. നീ തന്നെ പാടുന്നത് നീ തന്നെ. കൈമണികൾ പൊഴിയുമ്പോൾ ചെന്ന്